വെൽക്കം ടു ദ ഫാക്ട്സ് വിത്ത് RJ അരുൺ. നമുക്കെപ്പോഴും ബഹിരാകാശവും അതുമായി ബന്ധപ്പെട്ട വാർത്തകളും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവയൊക്കെ നമ്മൾ വളരെ കുട്ടിക്കാലത്തെ തന്നെ കൗതുകത്തോടെയാണ് നോക്കിക്കാണാറും കേൾക്കാറും ഒക്കെ ഉള്ളത്. അത്തരത്തിൽ ഇന്നത്തെ നമ്മുടെ ദ ഫാക്ട്സിന്റെ ആദ്യത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ കാതുകളിലേക്കും കണ്ണുകളിലേക്കും ഞാൻ എത്തിക്കുന്നതും അത്തരത്തിൽ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. നമ്മുടെ ബഹിരാകാശം ഉണ്ടല്ലോ, പലപ്പോഴും നമുക്ക് തോന്നും അവിടെ ശാന്തമാണെന്ന്. എന്നാൽ അങ്ങനെയല്ല. അവിടെ പൊടിപടലങ്ങളും പാറക്കൂട്ടങ്ങളും അവശിഷ്ടങ്ങളും എല്ലാം എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. മിക്കപ്പോഴും ഇവ ആരും അറിയാതെ കടന്നു പോവുകയാണ് പതിവ്. എന്നാൽ വലിപ്പത്തിലും വേഗത്തിലുമൊക്കെ മുന്നിട്ട് നിൽക്കുന്ന ചിലത് ശാസ്ത്രലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാറുണ്ട് എന്നുള്ളതും വാസ്തവം. അത്തരത്തിലൊന്നാണ് ജനുവരി 7-ാം തീയതി ഭൂമിക്കരികിൽ എത്തിയിട്ടുണ്ടായിരുന്ന 2023 XM15 എന്ന് പറയുന്ന ഒരു ചിഹ്നഗ്രഹം. നിങ്ങളെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വാർത്തകളിലൊക്കെ ഇടം പിടിച്ചൊരു കാര്യം കൂടെയായിരുന്നു ഇത്. ഏകദേശം 160 അടി വലിപ്പമാണ് ഈ ഒരു ചിഹ്നഗ്രഹത്തിനുള്ളത്. വളരെ ലളിതമായിട്ട് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു യാത്രാ വിമാനത്തോളം വലിപ്പമുണ്ട് ഇതിന് എന്നുള്ളതാണ് വാസ്തവം. ഈ ഒരു ചിഹ്നഗ്രഹം ഉണ്ടല്ലോ, അത് വലിയ വലിയ പർവ്വതങ്ങളുമായോ അല്ലെങ്കിൽ വലിയ കെട്ടിടങ്ങളുമായോ ഒക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ ചെറുതായിട്ട് തോന്നാം. എന്നാൽ ബഹിരാകാശത്തെ സംബന്ധിച്ച് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ ഒരു വലിയ പാറകഷ്ണം അവിടെ അത് വലിപ്പത്തിൽ ഒന്നാമൻ തന്നെയാണെന്ന് പറയേണ്ടി വരും. ഇനി ഇതിന്റെ വേഗതയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മണിക്കൂർ 24,802 കിലോമീറ്റർ വേഗതയിലാണ് ഇത് സഞ്ചരിക്കുന്നത്. ഈ വേഗം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇന്ത്യയുടെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ സഞ്ചരിക്കാൻ ഈ ഒരു ചിഹ്നഗ്രഹത്തിന് 10 മിനിറ്റിൽ താഴെ സമയം മതി എന്നുള്ളതാണ് വാസ്തവം. എപ്പടി ഭൂമിയിൽ നിന്ന് ഇത് ഏകദേശം 58.2 ലക്ഷം കിലോമീറ്റർ അകലെ കൂടെയാണ് കടന്നുപോയത്. നമ്മുടെ ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ശരാശരി ദൂരത്തിന്റെ 15 മടങ്ങിലധികം വരും എന്നുള്ളതാണ് വാസ്തവം. ഇത് കേൾക്കുമ്പോൾ ഈ ദൂരമൊക്കെ വളരെ വലുതാണെന്ന് നമുക്ക് തോന്നും. എന്നാൽ അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ബഹിരാകാശത്തിന്റെ വിശാലത കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഈ ദൂരമൊക്കെ വളരെ സിമ്പിളാണ് ബഹിരാകാശത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു യാത്രയെ അടുത്തുകൂടെയുള്ള യാത്രയായി നമ്മുടെ ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത്. എന്തായാലും മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് അടുത്ത ദ ഫാക്ട്സിൽ കേട്ടുമുട്ടാമെന്ന വിശ്വാസവുമായി സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ RJ അരുൺ.